അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 14/2/2025 തഖ്ദീറു സൗജ് എന്ന ശീർഷകത്തിൽ ഭർത്താവിനെ പരിഗണിക്കാൻ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ. കുടുംബജീവിതത്തിൽ ഇണകൾ പരസ്പരം പ്രശംസിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക, അത് വളരെ ആവശ്യമാണ്. 11 സ്ത്രീകൾ കൂടിയിരുന്ന് അവരുടെ ഭർത്താക്കന്മാരെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ബുദ്ധിമതിയായ ഒരു സ്ത്രീയുണ്ട്. അവളുടെ ഭർത്താവിന് വലിയ പരിഗണന കൊടുക്കുന്നു. ഭർത്താവ് ഏറ്റവും നല്ല സ്വഭാവക്കാരനും എന്നോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരും ഔദാര്യം കാണിക്കുന്നവരുമാണ്. സ്നേഹമസൃണമായിട്ടാണ് എൻ്റെ ഭർത്താവ് എന്നോട് എപ്പോഴും ഇടപെടൽ. ആ മഹദി ഉമ്മു സർ എന്ന് പറയുന്ന മഹദിയാണ്. ബീവി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മു സർഇനെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് അബൂ സർ, ഈ ഭർത്താവിന് ആണ് ഭാര്യ പ്രശംസിച്ചു പറഞ്ഞത്. ഇത് കേട്ട മാത്രയിൽ റസൂൽ പറഞ്ഞു, കുൻതു ലക്കി ക അബീ സർഇൻ ലി ഉമ്മു സർ, ഞാൻ നിനക്ക് അബൂ സർ എങ്ങനെയാണോ ഉമ്മു സർഇന് അതുപോലെയാണ്. അഥവാ നീ എന്നെ വല്ലാതെ പരിഗണിക്കുന്നുണ്ട്, നീ എന്നെ പ്രശംസിക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവിയോട് പറഞ്ഞപ്പോൾ മഹദി അതിനു പറഞ്ഞ മറുപടി, ബി അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് ഉമ്മയും ഉപ്പയുമാണെൻ്റെ. ബൽ അൻത ഖൈറുൽ ലീ മിൻ അബീ സർഇൻ, അബൂ സർഇനേക്കാൾ എനിക്ക് ഏറ്റവും ഖൈറായവർ അങ്ങാണ് എന്ന് മഹദി പറയുകയാണ്. ഭർത്താവിന് വലിയ പരിഗണനയും പ്രശംസയും നൽകുകയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ഇത് ഏറ്റവും നല്ല സ്വഭാവമാണ്. നല്ല സ്വാലിഹത്തായ ഭാര്യയുടെ ഗുണമാണത്. ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ് എന്ന് ഖുർആൻ പ്രശംസിച്ച സ്വാലിഹത്തായ ഭാര്യ. നല്ല ഭാര്യ ഭർത്താവിന് നല്ല പരിഗണന കൊടുക്കും. ഭർത്താവിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ പ്രശംസിച്ചു പറയും. അവൾ ജോലി ചെയ്യുന്നവരാവട്ടെ, കുടുംബം പരിപാലിക്കുന്നവരാവട്ടെ, ഭർത്താവാണ് ഒരു കുടുംബത്തിൻ്റെ എല്ലാത്തിൻ്റെയും ആശ്രയം. ഭർത്താവ് കഷ്ടപ്പെടുന്നതും ജോലി ചെയ്യുന്നതും പ്രയാസപ്പെടുന്നതുമൊക്കെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണല്ലോ. ഭർത്താവിന് ആ പരിഗണന കിട്ടുമ്പോൾ അവരുടെ മനസ്സിന് അത് വലിയ സന്തോഷമാകും. വീടുകളിലും ആ സന്തോഷം നിറഞ്ഞു നിൽക്കും. മക്കളുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ പ്രശംസിക്കുന്ന ഭാര്യ, ഭർത്താവിന് വലിയ പരിഗണന കൊടുക്കുന്ന ഭാര്യ, അത് ആ ഗൃഹാന്തരീക്ഷം ഏറ്റവും സന്തോഷമുള്ളതാക്കും. കുടുംബത്തിൽ വളർന്നു വരേണ്ടുന്ന ഒരു നല്ല സംസ്കാരമാണത്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ഭർത്താവിനെ പരിഗണന കൊടുത്ത് ഭർത്താവിനെ പ്രശംസിക്കുന്ന ഭാര്യയാകാൻ നമുക്ക് കഴിയണം. ചെറുതിന് പ്രശംസിക്കാൻ കഴിയുന്നവർക്ക് വലുതിനും പ്രശംസിക്കാൻ കഴിയുള്ളൂ. ലാ യഷ്കുറുൽ കഥീറ മൻ ലാ യഷ്കുറുൽ ഖലീൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാ യഷ്കുറുല്ലാഹ മൻ ലാ യഷ്കുറുൻ നാസ്. ജനങ്ങൾക്ക് നന്ദി കാണിക്കാത്തവന് അള്ളാഹുവിനും നന്ദി കാണിക്കാൻ സാധിക്കുകയില്ല. ഭാര്യ ഏറെ പ്രശംസിക്കേണ്ടത്, ഏറെ പരിഗണന കൊടുക്കേണ്ടത് അവരുടെ കുടുംബങ്ങളിൽ വെച്ച്, അവളുടെ കുടുംബങ്ങളിൽ വെച്ചൊക്കെ ഭർത്താവിൻ്റെ പ്രവർത്തനങ്ങളെയാണ്, ഭർത്താവിൻ്റെ ശ്രദ്ധയെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാ യൻദുറുല്ലാഹു ഇലാ ഇംറഅത്തിൻ ലാ തഷ്കുറു ലിസൗജിഹാ. ഭർത്താവിന് നന്ദി പ്രകടിപ്പിക്കാത്ത സ്ത്രീയിലേക്ക് അള്ളാഹു നോക്കുക പോലും ഇല്ല എന്ന്. നാം ഭർത്താവിന് നന്ദി കാണിക്കുന്നതിൽ, പ്രശംസിച്ചു പറയുന്നതിൽ അല്പം പോലും
പിശുക്ക് കാണിക്കരുത്. ഏറ്റവും നല്ല വാക്കുകൊണ്ട്, ഏറ്റവും നല്ല പ്രവൃത്തി കൊണ്ട് ഭർത്താവിന് നാം സപ്പോർട്ട് കൊടുക്കണം, ഭർത്താവിന് നാം പരിഗണന കൊടുക്കണം. ചെറുതാവട്ടെ വലുതാവട്ടെ അതിൽ നാം അല്പം പോലും പുറകോട്ട് നിൽക്കാൻ പാടില്ല. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തിൽ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാക്കുന്നത് ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല. ഇദാ ഖാസമ ഫജറ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ആ വിഭാഗത്തിൽ നാം ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ തൃപ്തികരമല്ലാത്തതുണ്ടായാൽ അപ്പോൾ തന്നെ നമുക്കത് പരിഹരിക്കാനും കൂടുതൽ സ്നേഹത്തോടുകൂടി പരസ്പരം ഇടപഴകാനും നമുക്ക് കഴിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ച ആ മഹദികളുടെ ഗണത്തിൽ അപ്പോഴേ നമുക്ക് പെടാൻ സാധിക്കുകയുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, ഖൈറു നിസാഇക്കും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ കടക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ഉത്തമയായ സ്ത്രീ അൽ വദൂദുൽ വലൂദുൽ അഊദു അലാ സൗജിഹ, കൂടുതൽ ഭർത്താവിനെ സ്നേഹിക്കുന്നവൾ, കൂടുതൽ പ്രസവിക്കുന്നവൾ, ഭർത്താവിനെ അവലംബമായി കാണുന്നവളാണ്. അല്ലത്തി ഇദാ ആദത്ത് ഔ ഊദിയത്, ഭർത്താവിൽ നിന്ന് അവൾക്ക് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വിഷമങ്ങൾ ഉണ്ടായാൽ അത്തത്ത് സൗജഹ, അവൾ അവളുടെ ഭർത്താവിൻ്റെ അടുക്കൽ ചൊല്ലും. എന്നിട്ട് ഹത്താ തളഅ യദഹ ഫീ കഫിഹി, അവളുടെ കൈ ഭർത്താവിൻ്റെ കയ്യിൻ്റെ മുകളിൽ വെക്കും. ഫതഖൂൽ, എന്നിട്ട് അവൾ പറയും, ലാ അദൂഖു ഗംളൻ ഹത്താ തർളാ, നിങ്ങൾ എന്നെ പറ്റി തൃപ്തിപ്പെടുന്നത് വരെ ഞാൻ ഇനി കണ്ണിമ ചിമ്മില്ല എന്ന് ഭർത്താവിൻ്റെ കൈപിടിച്ചു പറയുന്നവളാണ് ഏറ്റവും നല്ല സ്ത്രീ എന്ന് നബിതങ്ങൾ പറയുകയാണ്. ഭർത്താവിന് എത്ര പരിഗണനയാണ് ഈ മഹദി നൽകുന്നത്. ഈ കുടുംബാന്തരീക്ഷം എത്ര സന്തോഷകരമാകും. തർക്കിക്കാനും വഴക്കുകൂടാനും നിന്നാൽ നമുക്ക് അതിനേ സമയം ഉണ്ടാകുകയുള്ളൂ. നാം എപ്പോഴും നല്ലത് ചിന്തിക്കുക, നല്ല നിലയിൽ പെരുമാറുക, ഭർത്താവിനെക്കുറിച്ചുള്ള ആവലാദികളും വേവലാദികളും പറയാതിരിക്കുക. നമുക്കറിയും, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പത്നി ഭർത്താവിനെ പറ്റി കൂടുതൽ ആവലാതി പറഞ്ഞപ്പോൾ ഉണ്ടായതെന്താണ് എന്ന്. ബുദ്ധിമതിയായ സ്ത്രീ ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചുപറ്റാൻ ഭർത്താവിനോട് ഏറ്റവും നന്നായി പെരുമാറും. ഭർത്താവിനോട് ആവശ്യമില്ലാത്തതൊരിക്കലും കൽപ്പിക്കുകയില്ല. വീട്ടുപകരണങ്ങൾ വാങ്ങുമ്പോൾ, മറ്റു സാമ്പത്തികമായ ചിലവുകൾ വരുമ്പോൾ അതിലൊക്കെ നിയന്ത്രണങ്ങളുണ്ടാകും. അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നതൊക്കെ മേടിച്ചുകൂട്ടി ഭർത്താവ് കടബാധ്യതയുള്ളവരായി സമാധാനാന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ നീങ്ങിപ്പോകരുത്. അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നതൊക്കെ നമുക്കും വേണം. അപ്പോഴേ നമ്മുടെ ജീവിതം സന്തോഷകരമാകൂ എന്നുള്ള ധാരണ വലിയ അബദ്ധമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി തആല അലൈക്കും, അപ്പോഴേ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ വിലയും നിലയും നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ എന്ന്. ഭർത്താവിനെ ഭാര്യ പ്രശംസിക്കുന്നത് പോലെ തന്നെ ഭാര്യയെ ഭർത്താവ് തിരിച്ചും പ്രശംസിക്കണം. ഭാര്യയുടെ പ്രവർത്തനങ്ങൾ അത് വിലയുള്ളതായി കാണണം. ചെറുതാവട്ടെ വലുതാവട്ടെ ഇണകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുമ്പോഴേ ആ കുടുംബം സന്തോഷമുള്ള കുടുംബമാകുകയുള്ളൂ. അത് ഇണകൾക്കിടയിൽ മാത്രമല്ല, സൗഹൃദങ്ങൾക്കിടയിലും പ്രശംസയും പരിഗണനയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. അത് മനുഷ്യ സഹജമാണ്. ആ സമാധാനവും ആ സന്തോഷവും അപ്പോൾ എല്ലാ കാലത്തും നിലനിൽക്കും. ഭാര്യ ഭർത്താക്കന്മാർ അവർ പരസ്പരം കൂടിയിരുന്ന് മനസ്സിലുള്ളത് തുറന്ന് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണം. നല്ല സംസാരങ്ങൾ, നല്ല പെരുമാറ്റങ്ങൾ, ആ നല്ല വേളകൾ നാം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്ത് നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും
ജോലി സ്ഥലത്തുണ്ടാകുന്ന ടെൻഷനുകളൊക്കെ, ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള ഒരു നല്ല അവസരമായി കണ്ട് മനസ്സു തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ, അവർ കൂടിയിരുന്ന് സംസാരിക്കും. എത്ര സ്നേഹമസൃണമായിരുന്നു അവരുടെ സംസാരങ്ങൾ. ഒരു ദിവസം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഇന്നി ലഅഅലമു ഇദാ കുൻതി അന്നി റാളിയ, നീ എന്നെപ്പറ്റി പൂർണ്ണ സംതൃപ്തി ഉള്ളവളാണോ എന്ന് എനിക്ക് നിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നീ എന്നെപ്പറ്റി അസംതൃപ്തി ഉള്ളവളാണോ എന്നും നിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. ബീവി തിരുദൂതരോട് ചോദിച്ചു, തിരുദൂതരെ, അത് എങ്ങനെയാണ് തങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വമിൻ ഐന തഅരിഫു ദാലിക്. തിരുനബി അപ്പോൾ പറഞ്ഞു, നീ എന്നെപ്പറ്റി പൂർണ്ണ സംതൃപ്തിയാണെങ്കിൽ നിന്റെ വർത്തമാനത്തിൽ നീ പ്രയോഗിക്കാറുണ്ട് ലാ വറബ്ബി മുഹമ്മദ്, അങ്ങനെയല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ റബ്ബാണേ സത്യം എന്ന്. എൻ്റെ പേര് പറഞ്ഞാണ് നീ റബ്ബിനെ പറയാറുള്ളത്. ഇനി നീ എന്നെപ്പറ്റി പൂർണ്ണ സംതൃപ്തി ഉള്ളവളല്ലെങ്കിലോ നീ പറയും ലാ വറബ്ബി ഇബ്രാഹിം, അങ്ങനെയല്ല, ഇബ്രാഹിം നബിയുടെ റബ്ബാണേ എന്ന് നീ അപ്പോൾ പ്രയോഗിക്കാറുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേരാണ്, എൻ്റെ പേരല്ല. ഇത് കേട്ട മാത്രയിൽ ബീവി പറയുകയാണ്, അജൽ, അതെ, അങ്ങനെ തന്നെയാണ് തിരുദൂതരെ. വല്ലാഹി യാ റസൂലല്ലാഹ് മാ അഹ്ജറു ഇല്ലാ ഇസ്മക്, ആ പേരു ഞാൻ തൽക്കാലം മാറ്റിവെക്കുന്നുവെങ്കിലും പേരു മാത്രമേ എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നുള്ളൂ, അങ്ങ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി പറയുകയാണ്. നാം പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിച്ചും പരിഗണിച്ചും പ്രശംസിച്ചും ചെറിയ കാര്യങ്ങളിലൊക്കെ നാം അത് ഗൗരവമായി കാണാതെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വരുമ്പോൾ അത് പരസ്പരം പൊരുത്തപ്പെടിപ്പിച്ച് സന്തോഷത്തോടുകൂടെയുള്ള കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും റബ്ബ് സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തട്ടെ. ഭരണകർത്താക്കൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.